അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് വീണ്ടും ഞാൻ ക്ഷണിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത് ആകുന്നതുകൊണ്ട് പിടിയും ബീഫും എന്ന് പറഞ്ഞതിൻ്റെ അകത്തെ പിടി ഇന്നലെ ഞാൻ വെച്ച് കാണിച്ചായിരുന്നു. എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് അതിൻ്റെ ഞാൻ ബീഫ് വെക്കാനാണ് ബീഫ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കറി എന്നല്ല, ഒരു തിക്ക് ഗ്രേവി രീതിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മുടെ തനി നാടൻ സ്റ്റൈല് എന്നൊക്കെ പറയാം. അത് ഒരു കുറച്ച് ഹെൽത്തി വേയിൽ തന്നെ, അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കാതെ കാന്താരിയും പിന്നെ കുരുമുളകുമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ എരിവ് കൂട്ടാനുള്ള ഇത്. അപ്പം ഞാൻ ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ബീഫാണ്. കൊച്ചുള്ളി നമ്മൾ എത്ര ഇട്ടാലും അത് ടേസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 6-7 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി. ഇത്രയും പീസ് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്കിവിടെ ലുലുലും സഫാരിയിൽ നിന്നാണ് ഞങ്ങളിവിടെ ഗൾഫിൽ ഇവിടെ ഞാൻ ഷോപ്പിംഗ് മോസ്റ്റ്ലി ചെയ്യുന്ന വീട്ടിലേക്കുള്ള വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് ഞങ്ങളെപ്പോലുള്ള ജോലിക്കാർക്കൊക്കെ ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ വെച്ച കൊച്ചുള്ളിയും പൊളിച്ചു വെച്ച വെളുത്തുള്ളിയും ഒക്കെ പാക്കറ്റിൽ തന്നെ അവർ വിൽക്കുന്നുണ്ട്. സോ അതാണ് എനിക്ക് ഏറ്റവും ഈസി. ഇവിടെ വന്ന് ഫ്രീസ് ചെയ്ത് ആവശ്യത്തിന് അത് നമ്മൾ എടുത്ത് അതിനനുസരിച്ച് അരയ്ക്കുക ചെയ്യുന്നത്. ഈവൻ കാന്താരിയും ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും. പക്ഷെ കാന്താരി കിട്ടി അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഞങ്ങൾക്ക് പാക്കറ്റിൽ കിട്ടും. പക്ഷെ ഞങ്ങൾ ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിയുമ്പോൾ അത് കാരണം ഒരു ചെറിയ നാട്ടിലെ പോലെ ഒരു ഫ്രഷ്നെസ് കാണില്ല ഗൈസ്. പിന്നെ എൻ്റെ ഫ്രഷ്നെസ് ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ ചെറിയ ഒരു അടുക്കളത്തോട്ടം ഉണ്ട്. അപ്പം നമുക്ക് കരിയാപ്പില ഇതിന് അത്യാവശ്യമാണ്. അപ്പം കരിയാപ്പില ഇത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെയാണേ. എനിക്കൊരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ട്, ചെറിയ കൃഷി. അപ്പം അതിൻ്റെ അകത്തെ എൻ്റെ ഫ്രഷ് കരിയാപ്പിലയാണ്, കണ്ടോ ഗൈസ്. അപ്പം അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നാണ്. സോ അതും നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊന്ന് ചതച്ചെടുക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നീ മിക്സിയുടെ ജാറിലൊന്ന് നമ്മളൊരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് ക്രഷ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ അതിൻ്റെ അകത്തായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ കൊച്ചുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരയ്ക്കുവല്ല, ചതച്ചെടുക്കുക ഗൈസ്. അതെടുത്തതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയാം. ഇതേപോലെ എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടു. ഇത് മിക്സിയിലായോണ്ടാണ് ഞാൻ അല്ലാതുള്ള ഇതിൽ മറ്റേ ചതയ്ക്കുന്നതിൻ്റെ അകത്ത് ചതയ്ക്കാനാണെങ്കിൽ ഈ വെളുത്തുള്ളിയെല്ലാം ഞാൻ ഇങ്ങനെ ഇടാറില്ല. ഞാൻ അതിനെ ഒന്നുകൂടെ കീറിയിടുന്നത്. ഇപ്പം ഇത് മിക്സിയിലായോണ്ടാണ് ഞാൻ മൊത്തം ഇങ്ങനെ തന്നെ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചേക്കുന്നത്. സോ ഇതൊന്ന് ചതച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഓൾറെഡി ചതച്ചെടുത്തു. ഇത് ഒന്നുകൂടെ പറയാണ്: കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി. പിന്നെ കുരുമുളക് എൻ്റെ കയ്യിൽ ഓൾറെഡി പൊടിച്ചതുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തില്ല. പൊടിക്കാത്തത് വലിയ അതായത് മുഴുവനോടുള്ള കുരുമുളക് ആണെങ്കിൽ ആ കുരുമുളകും കൂടി ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അതായത് ചതച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി എന്താ പറയുന്നത്, എൻ്റെ ഈ പൊടിച്ച കുരുമുളക് ഓൾറെഡി ഉണ്ട്, ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുക. പിന്നെ ഒരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഞാൻ കരിയാപ്പല ഇതിൻ്റെ അകത്തോട്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ടെല്ലാം ഞാൻ തന്നെ എല്ലാം ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ കരിയാപ്പലയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തൊന്ന് അരയ്ക്കാനൊന്ന് വിട്ടുപോയി. ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കരിയാപ്പലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തു. സോറി, ഞാൻ കരിയാപ്പല ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ അരയ്ക്കുന്നുണ്ടെങ്കിൽ ആ കരിയാപ്പലയും കൂടി ഇട്ടിട്ട് വേണേ അരയ്ക്കാൻ. എൻ്റെ കയ്യിൽ കരിയാപ്പല എൻ്റെ അടുക്കള തോട്ടത്തിൽ തന്നെ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ഇട്ടു. കരിയാപ്പലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏറെ ഇടാം. അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവരവർ ഇച്ചിരി ജസ്റ്റ് ടു ടേസ്റ്റ് എന്ന് പറയുന്ന പോലെ കുറച്ചിട്ടാൽ മതി. പിന്നെ ഇനി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് ഉപ്പ് ചേർക്കണം. ഒരു മിനിറ്റ് ഗൈസ്, ഞാനൊന്ന് കൈ കഴുകിക്കോട്ടെ. ഓക്കെ. സോ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഹിമാലയൻ്റെ പിങ്ക് സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
സോ ഇതിന് ഇപ്പൊ തൽക്കാലം എപ്പോഴും ബീഫിന് ഉപ്പൊക്കെ പിടിക്കണമല്ലോ വേവിക്കാൻ നേരത്ത്. അപ്പം ഞാൻ എപ്പോഴും ബീഫിന് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1.5 സ്പൂൺ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉപ്പ് 1.5 സ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്. എൻ്റെ ഈ പച്ചക്കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ കാന്താരിയും പച്ചക്കുരുമുളക് ഞങ്ങള് സ്വഭാവമായിട്ട് ഞാൻ അധികം സ്പൈസ് ഉപയോഗിക്കാത്തതായോണ്ട് എനിക്ക് ഇച്ചിരി കുറവ് മതി. അതുകൊണ്ടാണ് പച്ചക്കുരുമുളകും കാന്താരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓവർ സ്പൈസി ആകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുരുമുളക് പൊടി ആണ് ഇടുന്നത്. അത് ഈ ഒരു സ്പൂണിന് 2 പ്രാവശ്യമായിട്ട് ആ സ്പൂൺ വെച്ചിട്ടിട്ടുണ്ട്. ഈ സ്പൂൺ എന്ന് പറയുന്നത് വലുതാണേ. അപ്പോൾ നിങ്ങളൊരു ടീസ്പൂണിന് 2 ടീസ്പൂൺ വെച്ച് ഇട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാ ഗൈസ്. എൻ്റെ മദർ എനിക്ക് പൊടിച്ച് വെക്കുന്ന. അപ്പം എപ്പം പുള്ളിക്കാരി വിസിറ്റിന് വന്നാലും ഫാദറും മദറും വിസിറ്റിന് വരുന്ന നേരത്ത് മദർ എനിക്ക് ജീരകം, എന്താ പറയുന്നത്, കുരുമുളക്, ഇങ്ങനെയുള്ള ഗരം മസാല ഇതെല്ലാം എൻ്റെ മമ്മി തന്നെ എനിക്ക് പൊടിച്ച് എല്ലാം റെഡിയാക്കി തരും. കാരണം ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് എല്ലാം കൂടെ അത് സാധിക്കത്തില്ല. അപ്പൊ ഇതിന്റെ ഗരം മസാല ഈ വർത്തമാനത്തിനിടെ ഞാൻ മറന്നുപോയി. ഗരം മസാല എൻ്റെ ചെറിയ ഉണ്ണി സ്പൂണാണ്. ഇതിന് ഞാൻ 2 സ്പൂണാണ് ജസ്റ്റ് ഒന്ന് തെറിപ്പിച്ചേക്കുന്നത്. കാരണം അത് ഓവറായാലും അത് എല്ലാം അതിൻ്റെ പാകത്തിന് നമ്മൾ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഏതും ഓവറായാൽ അത് എന്താ പറയുന്നത്, ടേസ്റ്റ് കൊള്ളാതെ വരും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടുത്തെ തണുപ്പിനനുസരിച്ച് ഗൾഫിലെ തണുപ്പ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വെളിച്ചെണ്ണയാണേ. ഇത് ഇവിടുത്തെ തണുപ്പിന് ഇങ്ങനെയാണ് വെളിച്ചെണ്ണ വരുന്നത്. സോ അതുകൂടെ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഗൈസ്. ഇതിൻ്റെ അകത്ത് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഓൾറെഡി നമ്മൾ ആദ്യം ചതച്ച് വെച്ച അത് ചേർത്തായിരുന്നു, ചതച്ച് വെച്ച എല്ലാ ഐറ്റംസും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും, പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഇറച്ചി സ്മൂത്ത് ആവാനൊക്കെ. നാരങ്ങ നീര് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിനാഗിരിയും ചേർക്കാവുന്നതാണ്. വിനാഗിരി എന്ന് പറയും, ചിലയിടത്ത് എന്താ ചൊരക്ക സംതിങ് അങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ വിനാഗിരി എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. സോ ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ വിനാഗിരി ഒരു ശകലം ചേർക്കുന്നു. ഞാൻ നാരങ്ങ ഇനി പിഴിഞ്ഞെടുക്കണം. സോ ലേറ്റ് ആക്കുന്നില്ല, ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ചേ ഒഴിച്ചുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഗൈസ് നല്ലതായിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയുടെ കട്ട ഉടയാതെ കിടക്കുന്ന കയ്യിലെടുത്ത് ഉടച്ച് ചേർക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ നല്ല തണുപ്പ് കൂടി ഇരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ഒന്നും എവിടെയും പോകാനൊക്കത്തില്ല. അത്രയ്ക്ക് തണുപ്പ് തന്നെയല്ല ഗൈസ്, നല്ല തണുത്ത കാറ്റും കൂടാണ്. അത് മിക്ക ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താ പറയുന്നേ, പകുതി ആൾക്കാരും സിക്കാണ്. വരുന്ന പേഷ്യൻസും സിക്കാണ്, അവിടെ ജോലി ചെയ്യാൻ വരുന്ന സ്റ്റാഫുമാരും സിക്കാണ്. ഒന്നും പറയണ്ട, അത്രയ്ക്ക് നല്ല അസുഖം പിടിപ്പിക്കുന്ന, സുഖമുള്ള തണുപ്പല്ല, അസുഖം പിടിപ്പിക്കുന്ന കാറ്റുള്ള തണുപ്പ്. അങ്ങനെ എനിവേ ഇത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തത് ഒരു 15 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് ഒക്കെ വെച്ച് 30 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സമയമുള്ളവർക്ക്
ഇഷ്ടംപോലെ ഓക്കെയാണ്. പിന്നെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ മാരിനേറ്റ് ചെയ്തിട്ട്. ജസ്റ്റ് 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് അതിനെ വിസിൽ വെക്കാം. അവരവരുടെ മിക്സി, മിക്സി അല്ലല്ലോ, കുക്കറിന്റെ ഇതുപോലാണ്. എൻ്റെ കുക്കർ എല്ലാത്തിനെക്കാട്ടിലും ഒരു സ്പെഷ്യൽ കുക്കർ ആയതുകൊണ്ട്, ഇത് സാധാരണ ബീഫ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു 6 to 7 അല്ലെങ്കിൽ കൂടിപ്പോയ 8 വിസിലൊക്കെ മതി. പക്ഷെ എൻ്റെ കുക്കറിന് ഒരു സ്പെഷ്യൽ കുക്കർ ആയതുകൊണ്ട് ഒരു 13-14 വിസിലേലും വരണം ഇതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് ഞാനൊന്ന് ഇനിയും ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് 15 മിനിറ്റ്സ് ആയി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ്സ് അല്ല, 15 മിനിറ്റ്സ് 5 മിനിറ്റോട് കൂടി 20 മിനിറ്റോളം ആയി. അപ്പം ഈ ഒരു 15-20 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു നേരത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കൊച്ചുള്ളി, അല്ലെങ്കിൽ കൊച്ചുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാളയോ ഒക്കെ അരിഞ്ഞ് ബാക്കിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ളത് ഒക്കെ അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 20 മിനിറ്റ്സോളമായി. ഇതിന് ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് ഇടുവാണ്. അപ്പം കുക്കറിലോട്ട് ഇട്ടിട്ട് ഈ ഇറച്ചിയിൽ നിന്ന് തന്നെയുള്ള ഒരു വെള്ളം ഇറങ്ങിക്കോളും. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് കൈ നനത്തക്കണോ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ഇറച്ചിയിൽ നിന്ന് കുതിർന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇതൊരു ഒരു നോർമൽ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു 6 വിസിൽ വരെ വെക്കുക. ഇപ്പം ഞാനിത് വിസിൽ വെച്ച് വേവിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കുക്കറിൻ്റെ അകത്ത് എനിക്ക് ഒരു 12 വിസിൽ വേണമായിരുന്നു. 12 വിസിലായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് ഇപ്പം തന്നെ ആവി കളയേണ്ട ആവശ്യമില്ല. അത് ഇറച്ചിയാവുമ്പോൾ എപ്പോഴും ആ ആവിയിലിരുന്ന് കുറച്ചുകൂടെ നല്ലതായിട്ട് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അത് സൈഡിലോട്ട് ഞാൻ മാറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഒരു എംറ്റി പാത്രം വെച്ച് ബീഫ് ഉണ്ടാക്കാനുള്ള ആ പാത്രം വെക്കുക. ഗ്യാസ് കത്തിച്ചു. ഗ്യാസ് ഫുൾ തീയെ തന്നെ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളവും പറ്റട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്തെ വെള്ളം എല്ലാം പറ്റി. അപ്പം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ. അപ്പം വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഒഴിച്ചു. ഇനി അതൊന്ന് അവിടെ ഇവിടെ ഇച്ചിരിയേലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പം എനിവേ, അത് വെളിച്ചെണ്ണ ഉരുകി വന്നു. വെളിച്ചെണ്ണ ഉരുകി വന്നപ്പോൾ സാധാരണ എല്ലാവരും ഇത് വെച്ചിട്ടാണ് കടുക് വറുക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പ്രൊസീജിയർ കുറച്ച് ഒന്ന് എളുപ്പമാക്കാൻ, എൻ്റെ കുക്കിംഗ് ഇച്ചിരി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ആരംഭത്തിലെ കടുക് പൊട്ടിക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കൊച്ചുള്ളി തന്നെയാണ് ഇവിടെ ആദ്യം പറഞ്ഞ പോലെ കൊച്ചുള്ളി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൊച്ചുള്ളി ഇല്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുന്ന സവാളയും നമുക്ക് ചേർക്കാം. പക്ഷെ കൊച്ചുള്ളി കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളത് സെമി ഗ്രേവി അല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള രീതി ഞാൻ വെക്കുമ്പോൾ സാധാരണ ഞാൻ കൊച്ചുള്ളിയാണ് ഇവിടെ ചേർക്കുന്നത്. അതുള്ളവർ അത് ചേർക്കാം, ഇല്ലാത്തവർ മറ്റേത് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഫുൾ തീയിലാണ് വെച്ചേക്കുന്നത്. കാരണം ഞാനത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അത് പറ്റാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കട്ടിങ്ങിനും ഒക്കെ പോകേണ്ടിയവരാണെങ്കിൽ
ഒരിക്കലും ഫുൾ തീയെ വെക്കല്ലേ, അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകും. അപ്പൊ സിമ്മേ വെച്ച് നിങ്ങൾ കുക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ അടുത്ത് തന്നെ ഓൾറെഡി എൻ്റെ എല്ലാം ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ, ഞാൻ എപ്പോഴും വേണ്ടുന്നതെല്ലാം ഞാൻ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുക്കിങ്ങിന് കയറാറുള്ളത്. അപ്പം അത് നമുക്ക് ഈസി ആകും, മറന്നും പോകത്തില്ല. അല്ലെങ്കിൽ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒന്നോ രണ്ടോ എന്തെങ്കിലുമൊക്കെ മിസ്സായെന്ന് വരും. അതിൻ്റെ കാരണത്താൽ ഞാനിങ്ങനെ ഇതാക്കി. പിന്നെ ഇത് എളുപ്പം വഴന്ന് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇറച്ചിക്കകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇനി കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. ഈ ഉള്ളിക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ പറയുന്നു. ഈ ഉള്ളിക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് എളുപ്പം ഉള്ളി വഴന്ന് കിട്ടാൻ നമ്മളെ സഹായിക്കും. ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുന്നു. അപ്പം കരിവേപ്പിലയും കൂടി ഇട്ടു നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇച്ചിരി വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നു നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പം. അതുകൊണ്ട് ഇതിൻ്റെ അകത്തായിട്ട് ചിലർ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കൊത്തി എരിഞ്ഞാണ് ചേർക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കിവിടെ നോർമലി ഇഞ്ചി വെളുത്തുള്ളിയും കടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഇടയിൽ കടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇഞ്ചി ഒട്ടും വായിക്കകത്ത് കടിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എപ്പോഴും ഇവിടെ അതിനെ പേസ്റ്റ് ആക്കിയാണ് ഞാൻ ചേർക്കാറുള്ളൂ. അപ്പൊ കുറച്ച് അതിൻ്റെ അകത്ത് ഓൾറെഡി ചേർത്തായതുകൊണ്ട് ബാക്കിയുള്ളത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ അരച്ച് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അത് വഴന്നെന്ന് കാണുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം പോയിട്ട് നമുക്കതിൻ്റെ ഒരു സ്മെല്ല് വരും. അതിൻ്റെ ആ സ്മെല്ല് വരുന്നതാണ് അത് മൂക്കാൻ തുടങ്ങി, അതായത് അത് അതിൻ്റെ പച്ചമണം പോയെന്നുള്ളതിൻ്റെ സൈന്. ഹായ് ഗൈസ്, നല്ല മണം വന്ന് തുടങ്ങി. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ പോയി. അപ്പം ആ പോയ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഇവിടെ ഇടുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് ചെയ്യുന്നുണ്ട്. കാരണം തക്കാളി കുറച്ച് ഒന്ന് വെന്തെല്ലാം ഉള്ളു വെന്ത് നല്ലതായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വേവിച്ചാൽ എളുപ്പം അത് ആയി കിട്ടും. സോ ഇത് ഞാൻ അടച്ച് വെച്ച് വേവിക്കട്ടെ. ഇടയ്ക്കൊന്ന് അടി കരിയാതെ നമ്മളൊന്ന് വീണ്ടും ഒന്ന് അതിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചാൽ അതിനെ അങ്ങ് തിരിഞ്ഞു നോക്കാതിരിക്കരുത്, അടി കരിഞ്ഞു പോകും അത്. അപ്പം ഇടയ്ക്കൊന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പം ഇതാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടുന്ന് വീണ്ടും അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നല്ലതായിട്ട്
ഇത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് തന്നെ കാണാം. ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്കൊന്ന്, ഞാൻ ഫുൾ തീയലായിരുന്നു, ഇനി ഞാൻ പൊടികൾ ഇടേണ്ട സമയമായതുകൊണ്ട് ഞാൻ ചെറുക തീ ഒന്ന് കുറയ്ക്കുന്നുണ്ട്, അല്ലെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. പിന്നെ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ, മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അത് കടുക് പൊട്ടിച്ചതിന് ശേഷം അത് പെരിഞ്ജീരകം മുഴുവനോടുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ ഈ പെരിഞ്ജീരകം അല്ലെ ബെഡിസോമ്പ് എന്നൊക്കെ പറയും, അതൊന്ന് ജസ്റ്റ് എൻ്റെ ഈ പൊടിച്ചതാ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ പൊടികൾ ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ ഒന്ന് ഇടുന്നുണ്ട്. കാരണം എനിക്ക് അതിന്റെ സ്വാദ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത്. ഇഷ്ടമില്ലാത്തവർ അത് ജസ്റ്റ് 1 സ്പൂൺ ഇട്ടാലും മതി. അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ തിങ്ക് മോസ്റ്റ്ലി എല്ലാവർക്കും ജീരകത്തിനെക്കാട്ടിലും നല്ല ജീരകത്തിനെക്കാട്ടിലും ഈ ബെഡിസോമ്പ്, അതായത് ഈ പെരിഞ്ജീരകം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെ പൊടികൾ അതിട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇറച്ചിക്കകത്ത് കുരുമുളകിന്റെ പൊടി ആഡ് ചെയ്തായിരുന്നല്ലോ. അപ്പം ഇതിൻ്റെ അകത്തും നമ്മൾ കുറച്ച് കുരുമുളക്, കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഒട്ടും മുളക് പൊടി ചേരുന്നില്ല, ജസ്റ്റ് കാന്താരിയും കുരുമുളകും മാത്രമേ ഉള്ളൂ. അപ്പൊ കാന്താരി ചേർക്കേണ്ടിയവർ ഇതിൻ്റെ അകത്തും ചേർക്കാം. നമ്മൾ ഓൾറെഡി കാന്താരിയും കുരുമുളകും ഇറച്ചിക്കകത്ത് ചേർത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തും ചേർക്കേണ്ടിയവർക്ക് കാന്താരി മുഴുവനോടോ അല്ലെ ചതച്ചോ ഇതിൻ്റെ അകത്തും ചേർക്കാം. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും സ്പൈസ് അധികം വേണ്ടാത്തോണ്ട് ഞാൻ ജസ്റ്റ് കാന്താരി അതിൻ്റെ അകത്തേ ചേർത്തിട്ടുള്ളൂ, ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒത്തിരി ഓവർ സ്പൈസി ആയി പോകും. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നുമില്ല, ജസ്റ്റ് കുരുമുളകും കാന്താരിയും വെച്ചുള്ള ഒരു ബീഫാണ്. അപ്പം അത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുക്കുന്നത് നല്ലതാണ്. വറുത്ത മണം വരുമ്പോഴാണ് ആ കറികൾക്കൊക്കെ ടേസ്റ്റ് വരുന്നത്. ഈ പൊടികൾ പച്ചയായിട്ട് തിന്നുന്നതിനെക്കാട്ടും ഒന്ന് വറുത്ത് കൂട്ടുമ്പോൾ അത് വയറിനും നല്ലൊരു സുഖമാണ്. സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻസിന്റെ എല്ലാം സ്പൈസി ഐറ്റംസ് ആണല്ലോ, അതായത് സ്പൈസസ് കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നത്. അപ്പം അത് നല്ലതായിട്ട് കുക്കായി തിന്നുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാതാണെങ്കിൽ അത് നമുക്കും ദോഷം ചെയ്യും. അപ്പം ഞാനെല്ലാം ആവശ്യത്തിനുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മസാലയായി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുറച്ച് ഗരം മസാല ഞാൻ വിട്ടുപോയി അത് പറയാൻ. കുറച്ച് ഗരം മസാല നമ്മൾ ബീഫിൽ ചേർത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവറായിട്ട് അത് ചേർക്കല്ലേന്ന്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വീണ്ടും കുറച്ച് ഞാൻ ചേർത്തു. ഒരു കുറച്ച് ചെറിയൊരു സ്പൂണിന് ഞാനൊന്ന് ചേർത്തു, ടേസ്റ്റിന് മാത്രം. പിന്നെ മല്ലിപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് അതിനെ മൂക്കാനുള്ള, അതിന്റെ മൂത്ത നല്ല മണം, നല്ല അരോമ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വായിന്ന് നമുക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ കുക്കറിന്റെ നമ്മൾ വേവിച്ച് വരച്ച ഇറച്ചി ഞാനിപ്പം കുക്കർ ഓപ്പൺ ചെയ്തു. ഇതേണ്ട ഫ്രണ്ട്സ്, ഇവിടെ ഓൾറെഡി ഈ പരുവത്തിന് നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തു വെച്ചല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി ഈ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ശരിക്കൊന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇതിൽ ഞാൻ ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. സെമി ഗ്രേവി ആയിട്ടോ അല്ല ഇച്ചിരി ലൂസായിട്ടോ വേണ്ടിയവർക്കാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോ ഇച്ചിരൂടെ വെള്ളം ചേർക്കുന്നുണ്ട് ശകലം. കാരണം ഇതൊന്ന് മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പൊ ഞാൻ ആ കുക്കറിന്റെ അതിൻ്റെ അകത്തെ അരപ്പും പിന്നെ ആ ജാർ മിക്സി നമ്മൾ അരച്ചില്ലായിരുന്നോ, ആ ജാറിന്റെ അകത്തേയും കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തത് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വേണ്ട ഫ്രണ്ട്സ്, ഞാൻ ആകെ മിക്സിയും മിക്സിയുടെ ജാറും കുക്കറും എല്ലാം കൂടെ ഒന്ന് എടുത്തതിന്റെ ആകെ ഇത്രയും വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത് ഓവറായിട്ട് ഞാൻ ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. അത്രയായിട്ട് ചേർത്ത് ഒന്ന് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരു ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തിള അടച്ചു വെച്ച് ഒരു തിള വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം പരുവാണോ എന്ന്. ഉപ്പ് പരുവത്തിനല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കാരണം നേരത്തെ നോക്കാതെ ചേർത്ത് കൊടുത്ത് ഉപ്പ് കൂടിയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എനിക്ക് മല്ലിയിലയുടെ സ്വാദ് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയുള്ള നോൺ വെജ് വെക്കുമ്പോഴും സാമ്പാറിൻ്റെ അകത്തുമൊക്കെ നല്ലപോലെ മല്ലിയില ഞാൻ ചേർക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ സ്വാദും അതിൻ്റെ മണവും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത് ഇട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടാത്തവർ ഇത് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഇടണം എന്ന് കമ്പൽസറി ഇല്ല. അപ്പം എനിക്കിത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നല്ലതായിട്ടൊന്ന് ശരിക്കും ഒരു രണ്ട് പിടി മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. എൻ്റെ കൈക്ക് 2 പിടി. പിന്നെ ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. കാരണം എനിക്ക് ഈ കേരളത്തിലൊക്കെ ചില എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം ഞാൻ ബോംബെ ജനിച്ചു വളർന്നതൊക്കെയാ. അപ്പം ഞങ്ങൾ ബോംബെയിലാണ് സെറ്റിൽഡ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കേരളത്തിൽ നിന്നൊക്കെ, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഇതുപോലായിരുന്നു. ഈ മല്ലിയിലയുടെ മണം ചിലർക്കൊക്കെ കേക്ക്, അതായത് മല്ലിയിലയുടെ മണം അടിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഹെഡേക്കാ. ചിലർക്ക് ഒരു വോമിറ്റിംഗ്, നോഷിയസ്, അതായത് നോഷിയേറ്റഡ് രീതിയിലാണ് ആവുന്നത്. സോറി, ഒന്ന് ശ്രദ്ധ മാറിപ്പോയോണ്ട് നോഷിയേറ്റഡും ഒക്കെ ആയിപ്പോയി. ഓക്കെ. അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാരികൾക്ക് ഇങ്ങനെ ഹെഡേക്കും നോഷിയയും ഒക്കെ വരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് വേണ്ടാത്തവർ അത് ഒഴിവാക്കാം. ഇല്ലാത്തവർ കുഴപ്പമില്ല. അത് അവരവരുടെ ആവശ്യത്തിന് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ഇച്ചിരി നല്ലതായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ബീഫിൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ആയി. ഇനി ഒന്ന് എന്ത് പറയുന്നേ, കൂട്ടെല്ലാം കൂടി ഇരുന്ന് ഒന്ന് വെന്ത് ഒന്ന് വരാനുള്ള ഒരു സമയം കൊടുക്കണം. അപ്പം അതിൻ്റെ അരപ്പും അതെല്ലാം ഒന്ന് മസാല ഒന്ന് കുക്കറിൽ ഈ പാൻ്റെ അകത്ത് ഇരുന്ന് നല്ലതായിട്ടൊന്ന് ആവാനുള്ള സമയം കൊടുക്കണം. അപ്പം ഞാൻ അടച്ചു വെച്ചേക്കുവാണ്. ഒരു 5-10 മിനിറ്റും കൊണ്ട് ഇത് നമ്മുടെ ബീഫ് റെഡിയാകും. അത് കഴിഞ്ഞാൽ നമുക്ക് പിടിയും ബീഫും, കാരണം ഇന്നലെ ഇതെല്ലാം ഒത്തിരി ലെങ്ത് ആകുന്നുണ്ട്, ഞാൻ പിടിയും ബീഫും ഒരുമിച്ച് കാണിക്കണം എന്ന് ഞാൻ ഓർത്തതാണ് ഗൈസ്. പക്ഷെങ്കിൽ അത് ഒത്തിരി വീഡിയോ ലെങ്ത് ആകുന്നുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ അത് ബ്ലെയിം ചെയ്യല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് പിടിയെ ഒരു എപ്പിസോഡും ബീഫിനെ സെക്കൻഡ് എപ്പിസോഡുമായിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം എനിവേ ഇത് നമുക്ക് വെന്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എവിടെ വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ചെറുകെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഓൾമോസ്റ്റ് ഇത് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഉപ്പെല്ലാം പാകമാണ്. അപ്പോൾ ഉപ്പും പാകമാണ്. ഒരു ഇറച്ചി കഷ്ണം ഞാൻ കഴിച്ചു നോക്കി, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായി. ഇനിയും ഇത്രയും ഗ്രേവി വേണ്ടിയവർ ഇപ്പം വേണേൽ ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ആയിക്കോട്ടെ. ഒരു 2-3 മിനിറ്റ് കൂടെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിട്ടുണ്ട്.
നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പിടിയും ബീഫും റെഡിയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ഇടുക. നല്ലതായാലും നെഗറ്റീവ് കമൻ്റ് ആയാലും കുഴപ്പമില്ല, കമൻ്റ് ചെയ്യുക. എൻ്റെ രീതിക്കുള്ള പിടിയും ബീഫും ഞാൻ വെച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. എല്ലാവരും ട്രൈ അടിച്ച് നോക്കുക. ശരിക്കും ഇത് നല്ല ടേസ്റ്റിയായ പിടിയും ബീഫുമാണ്. ഇത് ഗസ്റ്റുകളൊക്കെ വരുമ്പം അവർക്കൊക്കെ കൊടുക്കാനും ഏറ്റവും നല്ലതാണ്. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയുക. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആക്ച്വലി ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ മോൻ്റെ ഫോഴ്സ് കാരണമാണ് ഞാൻ തുടങ്ങാൻ കാരണം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അവന് വേണ്ടി ഞാൻ തുടങ്ങിയെങ്കിലും ചുമ്മാതെ കൊച്ചു വീട്ടിലെ വീഡിയോകളൊക്കെ ഇട്ടായിരുന്നു തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇടാറില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വലിയ കുക്കിംഗ് കാര്യമൊന്നും അല്ലെങ്കിൽ തന്നെ എൻ്റെ കുക്കിംഗ് ഒക്കെ മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരെപ്പോഴും ഓരോരുത്തരും അഭിപ്രായം ചോദിക്കുമായിരുന്നു എങ്ങനെയാന്നൊക്കെ. അപ്പോൾ ഇതുപോലെ അവരും എൻകറേജ് ചെയ്തുള്ള രീതി ഞാനിപ്പം ചെറുതായിട്ടൊന്ന് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടാമെന്നോർത്ത് വന്നതാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യുക, കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഗൈസ്.